എന്റെ പൊന്നു സെക്രട്ടറി, അത്രയും പേര് അടിച്ചിട്ടും എന്റെ പേര് പറഞ്ഞില്ലല്ലോ. ശരിക്കും ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാ നമുക്ക് മറ്റുള്ളവർക്ക് പണി കൊടുക്കാം, പക്ഷെ നമ്മൾ പരസ്പരം പണിയാൻ പാടില്ല. നിനക്കറിയാമോ? അങ്ങോട്ട് നോക്ക്, വരുന്ന വരവ് കണ്ടോ. പ്രസിഡന്റ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ആള് കിടിലനാ. അവള് സുന്ദരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഓഞ്ഞ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അവൾ എന്നെ കാണാൻ വരുവാ. യെസ്. സെക്രട്ടറി, ഇങ്ങനെ പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല കേട്ടല്ലോ. സെക്രട്ടറി വെറുതെ ടെൻഷൻ ആവണ്ട. ഒരു ഉപകാരം ചെയ്യണം, ഈ ലവ് ലെറ്റർ എന്റെ ആളുടെ അടുത്ത് കൊടുക്കാനാ. സംഘത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണ്ടേ, ഒന്ന് കൊടുക്കുന്നേ പ്ലീസ്. ചെല്ലേ ഇവന്റെ പ്രേമം പൊട്ടിപ്പോട്ടെ. ഈ കുരങ്ങിൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്താ കാര്യം? എന്താ? ദേ, ഇത് വായിച്ചിട്ട് നാളെ വന്ന് മറുപടി പറഞ്ഞാ മതി. എന്നെ സമ്മതിക്കണം. എനിക്ക് വെപ്രാളം കൊണ്ട് കൈയും കാലും വിറക്കുന്നു. അച്ഛന്റെ മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ പോലും ഞാൻ ഇത്രയും ടെൻഷൻ. എന്തിനാ പ്രസിഡന്റ് പ്രേമിക്കുന്നത്? അല്ല, ആദ്യം പ്രേമിച്ച പെണ്ണ് എന്ന് പറയുന്നുള്ള ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ അവളുടെ അച്ഛൻ കെട്ടിച്ചു തരുമെന്നുള്ള ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവസാനം 5-6 പിള്ളേരായി കഴിയുമ്പോൾ അവരുടെ പിന്നാലെ തേരാ പാരാ നടക്കണം. പിന്നെ മക്കൾ വലുതാകുമ്പോൾ അടിയും കിട്ടും. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ജോലി ഇല്ലാത്തവന്റെ നാക്കിന് നീളം കൂടുതലാണെന്നൊരു ചൊല്ലുണ്ട്. തിന്നാ മാത്രം അറിയാം. പ്രസിഡന്റ്, അവളുമാര് വരുന്നു. അങ്ങോട്ട് നോക്ക്. പോയി ചോദിക്ക. എടാ, ഈ കർമ്മ ഇതിന് ഇങ്ങോട്ട് വരുന്നത്? നിന്റെ പെണ്ണിന് നാണമായിരിക്കും, അതാ ഇവളെ പറഞ്ഞയച്ചത്. എങ്കിൽ നീ പോയിട്ട് വാ. എനിക്കും ഭയങ്കര നാണം തോന്നുന്നു. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പോയിട്ട് വേണം. ഞാൻ പോവില്ല. അടുത്ത സെക്രട്ടറി നമുക്ക് ഷൺമുഖനെ പോയേക്കാം. പറയൂ. രാത്രി മുഴുവൻ ആലോചിച്ച് ഞാനൊരു തീരുമാനത്തിലെത്തി. പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ പേന കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് എഴുതിയിരിക്കുന്നത്. സക്സസ്. ഐ ലവ് യു. ಕಳ್ಳೇವಳು ಅಯ್ಯೋ ಕಳ್ಳೇವಳು ನನ್ನ ಕೊಂದೆ ಬಿಟ್ಟಳು ಕಣ್ಣಲ್ಲೇ ಯಾಮಾರಿಸಿ ಮಳ್ಳೇವಳು ಬಾಲು ಮಳ್ಳೇವಳು ಅವ ಹಿಂದೆ ಹಿಂದೆ ಹೋದೆ ನಾನು ತುಂಬಾ ಹೆಡಿಸಿ. എന്താണ് അവിടെ നടക്കുന്നത്? എന്റെ ബാറ്റ് കൊണ്ട് നീ സിക്സർ അടിക്കുന്നു. ബാറ്റ് ആരുടെ ആയാലും എന്താ, ബോൾ എറിഞ്ഞ് എനിക്കല്ലേ. ആ ലെറ്റർ എന്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൂടായിരുന്നു? പെണ്ണുങ്ങളുടെ മനസ്സ് പൂ പോലെയാണ്, അതൊരിക്കലും പറിച്ച് നോവിക്കാൻ പാടില്ല. നീയല്ലേ എന്നോട് പറഞ്ഞത്? ദൈവം വലിയവനാ. പ്രസിഡന്റിന്റെ ഹംസമായിട്ട് പോയതാ. എനിക്ക് തന്നെ ഒരു ശകുന്തളയെ ഒത്തുകിട്ടി. എല്ലാം ദൈവത്തിന്റെ ലീലകളാണ്. പറഞ്ഞു, ഒരു വിധത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഒരുപാട് നവരസങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ഇളകിയ രസം ആദ്യമായിട്ട് കാണുക. ഇനി നീ ഇവളുടെ കൂടെ വരാൻ പാടില്ല. കണ്ടാ നിന്റെ മൂക്ക് ഞാൻ വിട്ടെടുക്കും. പൊയ്ക്കോ പൊയ്ക്കോ. ഹലോ എടി, നിന്നോട് ആരാ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എടി, ഞാൻ എത്ര നാളായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. നാളെ വന്ന് പറഞ്ഞോണം. എന്താ ഞാനിപ്പോ പറയണ്ടേ? എന്നെ ഇഷ്ടമാണെന്ന് പറയണം. അയ്യടാ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ പെൺകുട്ടിയല്ലേ, നാണമായിരിക്കും. ഞാൻ തന്നെ പറയാം. ഐ ലവ് യു. എന്താ പറഞ്ഞ? ഐ ലവ് യു. എന്താ? ഐ ലവ് യു. ആ സീൻ കോണ്ട. എടീ, പൊയ്ക്കോ പൊയ്ക്കോ. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്ക് അറിയാം. അമ്മേ, അമ്മേ, എന്റെ ബുക്ക് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മേ. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മ ഇങ്ങനെ? എന്ത് ചോദിച്ചാലും കണ്ടില്ല, നോക്കിയില്ല, അറിയില്ല. ഈ അമ്മയുടെ കാര്യം കഷ്ടം. നീ പറഞ്ഞത് ശരിയാ, എന്റെ കാര്യം കഷ്ടം തന്നെയാ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതി നാട് മുഴുവൻ ആ ചന്ദ്രന്റെ കൈകോർത്ത് പിടിച്ച് നടക്കുമല്ലേ നീ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കില്ല നീ. ഈ വീട്ടില് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു വിലയില്ല മോളെ. നിന്റെ അച്ഛൻ എന്താഗ്രഹിക്കുന്നുവോ അത് മാത്രമേ ഇവിടെ നടക്കൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. ഹലോ, ഒന്നും കൂടി നീങ്ങിയിരിക്കും.
ഇവൻ പോയോ? ആഹാ. ഹലോ അവിടെ എന്താ പട്ടി മുള്ളിയിട്ടുണ്ടോ? അല്ല, നിന്റെ അപ്പം ഗൂഢോത്രം ചെയ്തതാ. കുറച്ചും കൂടി നീങ്ങിയിരിക്കും, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും കുറച്ച് പറയാനുണ്ട്. എന്റെ പെണ്ണിനെ കണ്ടിട്ട് ഒരാഴ്ചയായി സെക്രട്ടറി. ഓ, ഇതൊക്കെ വലിയ കാര്യമാണോ പ്രസിഡന്റ്? എന്റെ പെണ്ണ് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു. ഓഹോ, എപ്പോഴാ കല്യാണം? അതാണ് ഒരു പ്രശ്നം. കല്യാണത്തിന് നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്. മുത്തേ, സ്വപ്നത്തിൽ പോലും ഒരു പെണ്ണിന്റെ കൈ പിടിക്കാനാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. നീ എപ്പോഴും സന്തോഷത്തിലാ. എന്റെ വിഷമം ആര് മനസ്സിലാക്കാനാ? എന്നെ എല്ലാരും എപ്പോഴും കളിയാക്കുകയാ. ആരാ നിന്നെ കളിയാക്കുന്നേ? തിരിഞ്ഞു മറിഞ്ഞ് കടകം മോതിരം മറുകടകം. ഇവിടെ ആരും ഇല്ലെന്നേ. എല്ലാവരും പറയുന്നത് നിന്റെ ലവറോ പ്രസിഡന്റ് അല്ല, വെറും സെക്രട്ടറി മാത്രമാണെന്നോ. ശരിയല്ലേ? അതിന് എനിക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടി നീ കുറച്ച് നാളൊന്ന് സെക്രട്ടറി ആവ്. കല്യാണമൊക്കെ കഴിഞ്ഞ് മധുരയൊക്കെ കഴിയുമ്പോ നമുക്ക് പഴയ പോലെ ആവാം. സ്ഥാനം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന ഷർട്ടിൽ അങ്ങോട്ട് കൊണ്ട് മാറ്റാൻ ബ്ലഡീന്ന് വരണം, ഉള്ളിന്ന് വരണം. എടാ, ഈ സംഘത്തിന്റെ സ്ഥാപകനും ഞാനാ, ഈ സംഘത്തിന്റെ പ്രസിഡന്റും ഞാൻ. അപ്പൊ ജീവിതകാലം മുഴുവൻ നീ ആയിരിക്കും പ്രസിഡന്റ് അല്ലേ? നിന്റെ കാലം കഴിയുമ്പോ നിന്റെ മകൻ, അവന്റെ കാലം കഴിയുമ്പോ അവന്റെ മകൻ, ഞാനും എന്റെ പിൻഗാമികളും എന്ന് സെക്രട്ടറി. കാലാകാലങ്ങളായി യുദ്ധവും ലഹളി ഉണ്ടാകുന്ന പെണ്ണുങ്ങൾ കാരണമാ നിന്റെ പെണ്ണ് പിരികേറ്റ് വിട്ടിരിക്കില്ല. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ പെണ്ണിനെ പറ്റി എല്ലാം പറഞ്ഞാലുണ്ടല്ലോ. പ്രസിഡന്റ് ആണെന്ന് ഞാൻ നോക്കിയില്ല. നിന്റെ ആള് വലിയ ഭൂലോക രമ്പയല്ലേ? ഓ അതേടാ, നീ ഒരു കുതിര, അവള് അതിലും കുതിര. ഏയ്! സിംഹത്തെ ടി വി കണ്ടു കാണും, റോട്ടി കണ്ടു കാണും, കൂട്ടി കണ്ടു കാണും. നേരിട്ട് കണ്ടിട്ടുണ്ടോടാ? ഒറ്റയടിക്ക് 1.5 ടൺ വെയിറ്റാ. കാണോടാ? നീ ഒരടി അടിച്ചാ ഞാൻ 9 അടി തിരിച്ചടിക്കുമെന്നു. ആ മൈതാനത്തെങ്ങാനും പോയി കളിക്കേ. എന്റെ മേത്ത് കൈവച്ചില്ലേ, സംഘത്തിൽ നിന്ന് പുറത്താക്കൂടാ. ഏയ്, നീ ആരാടാ എന്നെ പുറത്താക്കാൻ? ആദ്യം കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കാണിക്കടാ. നിനക്ക് ആദ്യം ചായയുടെ കണക്ക് തീർക്ക്, പിന്നെ സംഘത്തിന്റെ കണക്ക് തീർക്കാം. ഒരു യുവജന സംഘ സെക്രട്ടറി വെറും ഒരു ചായക്കടക്കാരന്റെ മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേ നീ? നിന്റെ സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ സോമനസാലയിൽ രാജിവെച്ചിരിക്കുന്നു. എന്താ പറഞ്ഞ? നീ സെക്രട്ടറി ആണെന്നാ? നിന്നെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞു പഴയ സെക്രട്ടറി. നീ അങ്ങനെ ഉണ്ടാക്കണ്ടാ, ഞാൻ ഇറങ്ങി പോവാടാ. ഞാൻ തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പുതിയ സംഘം ഉണ്ടാക്കി അതിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ നാരായണൻ അല്ലടാ. സംഘം ആരംഭിക്കുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ? ഒന്ന് ഓർമ്മയിരിക്കട്ടെ, ഒരു കാലത്ത് പട്ടിയെ പോലെ മെമ്പർഷിപ്പിന് വാലാട്ടി അതേടാ നീ തന്നെ. ആ ശിവശങ്കര കൗണ്ടർ മോളുടെ പുറകെ പട്ടിയെ പോലെ വാലാട്ടി നടന്നത് നീയല്ലടാ. ഞാൻ സിംഹത്തെ പോലെടാ പോയത്, നീ ആ പട്ടിയെ പോലെ വാലാട്ടി വന്നേ. ആരാന്ന് എല്ലാവർക്കും അറിയടാ. ആദ്യം നീ പോടാ.